ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാവുമല്ലോ. നിങ്ങൾ വി ഡി സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിൻ്റെയും പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതി എന്നാണോ? കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം. അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും. ഇഷ്ടമല്ലാത്തതിൽ പഠിക്കണ്ട, വളച്ചൊടിക്കില്ല. ശരിയായ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കണം. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അതിനല്ലേ ഞങ്ങൾക്ക് ഇത്രയും മാൻഡേറ്റ് തന്നിരിക്കുന്നത്. ഞങ്ങൾ താഴെ ഇറക്കിക്കോളൂ, ദേശീയ വിദ്യാഭ്യാസ നയം മാറ്റിക്കോളൂ. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചരിത്രങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇതിലെന്തിനാണ് ഇത്ര കുരുവൊട്ടുന്നത്? ആരാണ് ഈ കുരുവട്ടി രംഗത്തെത്തുന്നത്? ഇടതുപക്ഷവും അതേപോലെ തന്നെ കോൺഗ്രസോ? അവരെന്തൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്? ഇടതുപക്ഷം ഈ പറയുന്ന കെ ശൈലജയുടെ പേരിൽ ഈ തവണത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 4 ഇയർ ഡിഗ്രി തുടങ്ങിയ സമയത്ത് അതിലെന്താ ഒരു പുതിയ പാഠ്യപദ്ധതി വന്നിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ചർച്ച ചെയ്തിട്ടുണ്ടോ? ഞാനിവിടെ കൊടുക്കാം വളരെ വ്യക്തമായിട്ട്. എക്സെപ്റ്റ് ഫ്രം ദ ചാപ്റ്റർ എ ഫ്ലഡ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഫ്രം മൈ ലൈഫ് ആസ് എ കോംറേഡ് കെ ശൈലജ. ഇത് 4 ഇയർ ഡിഗ്രിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏത് വിഷയം എടുത്താലും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗ കെ ശൈലജ തള്ളി മറിച്ചത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ഫണ്ട് തരാത്തത് കൊണ്ടാണ് പിണറായി വിജയൻ പിരിവ് നടത്തേണ്ടത് എന്ന് പോലും അതിൽ കുത്തിക്കയറ്റി സകല വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പച്ചക്കള്ളം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് തോന്നിയത് ചെയ്തു വെക്കാമെങ്കിൽ ഇനി കോൺഗ്രസ് മുസ്ലിം ലീഗോ മലപ്പുറത്ത് ടൗൺ ഹാള് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരില് മലബാർ കലാപം ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും മറ്റു മതക്കാരെ സകലരെയും വേട്ടയാടിയിട്ടുള്ള വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരില് ടൗൺ ഹാള് മലപ്പുറത്ത് ടൗൺ ഹാൾ ഉണ്ടാക്കിയിട്ട് ഇവരൊക്കെയാണോ BJP ഭരിക്കുമ്പോ രാജ്യവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങള് പറ്റില്ല എന്ന് ഉറഞ്ഞു തുള്ളുന്നത്? കെ സുരേന്ദ്രൻ പറഞ്ഞത് വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത് ഇതേപോലെയാണ്. പാർട്ടിയുടെ നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചതാ, പഠിപ്പിക്കും. രാജ്യവുമായിട്ട് ചേർന്നിട്ടുള്ള സകല കാര്യങ്ങളും പഠിപ്പിക്കും. അതല്ലെങ്കിലും ബോധമുള്ള ഏതൊരു മലയാളിയും ചിന്തിച്ചു നോക്കൂ, മുസ്ലിം ലീഗ് ജയിച്ചാൽ മുസ്ലിം ലീഗിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളല്ലേ ഇവിടെ അവര് അവതരിപ്പിക്കാറുള്ളത്? കോൺഗ്രസ് ജയിച്ചാൽ കോൺഗ്രസിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളല്ലേ അവർ ചെയ്യാറുള്ളത്? ഇടതുപക്ഷം ജയിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെതായ കാര്യങ്ങളല്ലേ അവർ ചെയ്യാറുള്ളത്? ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു കഴിയുമ്പോ അവര് ഭരിക്കുമ്പോ അവർക്ക് രാജ്യമാണ് മറ്റെന്തിനേക്കാൾ വലുത്. അപ്പൊ രാജ്യത്തിന്റെ ചരിത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർ മുന്നോട്ട് വെക്കും. അതിലെന്തിനാണ് ഇത്ര കുരുപൊട്ടുന്നത്? ഇവിടെ മാധ്യമങ്ങളും മാപ്രകളൊക്കെ ഇവിടെ കിടന്നു തുള്ളുന്നത് കാണുമ്പോ സാധാരണക്കാർ കരുതൂ, ഓ ഇത് വലിയ പ്രശ്നം എന്തോ ആണെന്ന്. ഇവിടെ ഇടതുപക്ഷമൊക്കെ ചെയ്തു വെച്ചതുപോലെ, ഇവിടെ കോൺഗ്രസ് ഒക്കെ ചെയ്തു വെച്ചതുപോലെ, ഇവിടെ മുസ്ലിം ലീഗ് ഒക്കെ ചെയ്തു വെച്ചത് എത്ര നെറുകേടാണ്. അതായത് പൊതുജനം ഒരു പാർട്ടിയെ വിജയിപ്പിക്കുന്നത് അവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാ. അവരുടെ വികസന കാഴ്ചപ്പാടുകള്, അവരുടെ രാജ്യ താല്പര്യങ്ങള്. ഇവിടെ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെയാണ് വിജയിപ്പിക്കുന്നത് എങ്കിൽ അവര് പിന്തുണക്കുന്നത് ജിഹാദികളെയാണ്. ജിഹാദികൾ ഇവിടെ വളരും, അതൊരു യാഥാർത്ഥ്യമാണ്. പാലസ്തീൻ പ്രേമികളെയും ഗാസൻ പ്രേമികളെയല്ലേ ഇവര് കോൺഗ്രസും മുസ്ലിം ലീഗും ഇവിടെ വളർത്തുന്നത്. അവര് ഭരിക്കുമ്പോൾ അവർക്ക് അനുകൂല നിലപാടെടുത്ത് രാജ്യം മുന്നോട്ട് പോകും. അതേസമയം രാജ്യത്തെ സാധാരണക്കാരെ സ്നേഹിക്കുന്ന, അവരുടെ ഉന്നമനത്തിന് വേണ്ടി നിൽക്കുന്നവരെ വിജയിപ്പിക്കുന്നത് അവരുടെ നിലപാട് രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാ. ഇതൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ശക്തമായ മറുപടി തന്നെയാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത്. ചരിത്രങ്ങളൊക്കെ പഠിപ്പിക്കൂ, ഞങ്ങളെ ജയിപ്പിച്ചത് അതിനല്ലേ എന്ന് വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. ഇനി കേന്ദ്ര സർക്കാർ നടത്താനുള്ള സകലതും നടത്തുമെന്നുള്ളതും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതും എത്രത്തോളം നടത്തി എന്നുള്ളതും മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. കേന്ദ്രം നടപ്പാക്കിയ എല്ലാ പദ്ധതികളും ഇവിടെ നടപ്പായിട്ടുണ്ട് കേരളത്തിൽ. നമ്മളിപ്പോ പല കാര്യങ്ങളും പുറകിലേക്ക് നോക്കാത്തത് കൊണ്ടാണ്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ
നടപ്പാക്കണമെന്ന് കേന്ദ്രം പറഞ്ഞു. അന്ന് നമ്മുടെ വീണ ജോർജ് പറഞ്ഞത് അത് കയ്യിലങ്ങ് വെച്ചാൽ മതി എന്നാണ്, അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാ ചുമരിലും ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുണ്ട്. ഇവിടെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ലെന്ന് പറഞ്ഞു, നടപ്പായി. നമുക്കറിയാത്തതുകൊണ്ടാണ്. അന്യരാജ്യങ്ങളിലുള്ള പൗരന്മാർ ഇവിടെ അനധികൃതമായി താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചിടാൻ ഈ പിണറായി വിജയൻ സർക്കാർ പ്രത്യേക കേന്ദ്രങ്ങൾ തുറന്നിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ ഈ അടുത്ത കാലത്തായി കേന്ദ്ര സഹായത്തോടു കൂടി വലിയൊരു ഒരു ആളുകളെ പിടിച്ചിടാനുള്ള സ്ഥലം വെച്ചിരിക്കുക. പൗരത്വ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതാണ്. ഈ രാജ്യത്തിനല്ലാത്ത ആൾക്കാർ അനധികൃതമായിട്ട് ഇവിടെ കടന്നുകൂടി താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുത്ത് തിരിച്ചയക്കാനാണ് പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നത്. അപ്പോൾ പൗരത്വ രജിസ്റ്റർ ഇവിടെ നടപ്പായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ നടപ്പാക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, SIRഉം ഇവിടെ നടപ്പാവും. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ നടപ്പാവില്ല, ഇത് കേരളമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഒന്നും നടക്കില്ല, ഇതെല്ലാം ഇവിടെ നടപ്പാവും. നിങ്ങൾ നോക്കിയാൽ വൈകാതെ ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ SIR കേരളത്തിൽ നടപ്പാവും എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം നിശ്ചയിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കണം. അപ്പോൾ SIR നടപ്പാവും, പൗരത്വ രജിസ്റ്റർ നടപ്പാവും, CAയുടെ എല്ലാ നിബന്ധനകളും ഇവിടെ നടപ്പാവും. എന്തൊക്കെയാണോ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വഖഫ് നിയമം, ഇവർ പറഞ്ഞു വഖഫ് നിയമത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല. രണ്ടുപേരും കൂടെ പ്രമേയം പാസ്സാക്കി, SIRൽ പ്രമേയം പാസ്സാക്കി. നിങ്ങളെ പ്രമേയമൊക്കെ മേശയിനകത്ത് ഇരിക്കുക എന്നല്ലാതെ ഇതൊക്കെ ഈ രാജ്യത്ത് നടപ്പാവും. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ രാജ്യത്ത് എന്തൊക്കെ നടപ്പിലാക്കുന്നോ അതൊക്കെ തന്നെ കേരളത്തിലും നടപ്പിലാക്കി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ കുറെ മരമൊണ്ണകളുണ്ട്. ഇത് കേരളമാണ്, ഇത് കേരളത്തിൽ നടപ്പില്ല. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, അത്തരം സകല മോദി വിരുദ്ധ മരമൊണ്ണകളോട് പറയാനുള്ളത്, ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് കൂട്ടിയിട്ടില്ല. പിന്നെയല്ലേ കേരളത്തിലെ മോദി വിരുദ്ധ ചൊപ്പകള്. നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ എന്താണോ നടപ്പിലാക്കുന്നത് അത് രാജ്യത്ത് ഉടനീളം നടപ്പിലാക്കുക തന്നെ ചെയ്യൂ. അത് കേരള സർക്കാരോ കേരളത്തിലെ സുഡാപ്പികളോ വിചാരിച്ചാലൊന്നും അത് നടക്കാതിരിക്കില്ല. എന്തൊക്കെ രാജ്യത്ത് ഇതുവരെ നടത്തിയിട്ടുണ്ടോ അതൊക്കെ തന്നെ കേരളത്തിലും നടന്നിട്ടുണ്ട്. അല്ലാത്ത ഏതെങ്കിലും ഒന്ന് കേരളത്തിന് എടുത്തുയർത്തി കാണിക്കാനുണ്ടോ? ഈ കേരളത്തിലെ ഈ സുഡാപ്പികൾക്ക്, മോദി വിരുദ്ധ സകലർക്കും എന്തെങ്കിലും ഒന്ന് എടുത്തു കാണിക്കാനുണ്ടോ? പ്രശ്നമാണോ ഇവിടെ നടപ്പില്ല എന്നൊക്കെ പറയുന്നത്? ആളുകളെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് തട്ടിപ്പ്, അവരെ വോട്ട് തട്ടിയെടുക്കാനുള്ള ഒരു തന്ത്രമായിട്ട് ഇടതുപക്ഷവും കോൺഗ്രസ് ഒക്കെ ഉപയോഗിക്കുകയാണ് എന്നുള്ളതും ഇത്തരം പ്രീണനത്തിലൊക്കെ വൈകുന്ന സകല ആളുകളും തിരിച്ചറിയാ. രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ എന്ത് നടപ്പിലാക്കുന്നോ അത് കേരളത്തിലും നടപ്പിലാക്കും. കേരളത്തിന് പ്രത്യേകമായിട്ട് ഒരു ഉണ്ടയും ഇല്ല എന്നുള്ളതും സകലരും തിരിച്ചറിയാ. കേരളം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം മാത്രമാണ്, അല്ലാതെ പ്രത്യേകമായിട്ട് മറ്റെന്തെങ്കിലും ആണെന്ന് ഒരു മരമൊണ്ണകളും ഒരിക്കലും കരുതേണ്ട.